ഇന്നത്തെ ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എണീച്ച് വന്ന അപ്പം തന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർട്ടനൊക്കെ നീക്കിയിട്ട് വിൻഡോസ് തുറന്നിടുന്നതാണ് കേട്ടോ. കാരണം വിൻഡോസ് തുറന്നിടുമ്പോഴാണ് നമ്മുടെ അകത്തേക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ വിൻഡോസും ഈ പറഞ്ഞ പോലെ തന്നെ തുറന്നിടും കേട്ടോ. എനിക്കാണെങ്കിൽ ഫുൾ ഇങ്ങനെ വെളിച്ചം കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്നത് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ടോ പോണത്. ബ്രഷ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഈ ഒരു മിറർ നോക്കിയിട്ടാണ് ബ്രഷ് ചെയ്യാറ്. കാരണം ഡെലിവറിക്ക് ശേഷം എൻ്റെ മുഖം ഞാൻ മിററിൽ നോക്കാൻ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ ഞാനിപ്പോൾ ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കുട്ടി സ്കിൻ കെയറും കൂടി ചെയ്യും കേട്ടോ. മോയ്സ്ചറൈസറും പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീനും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കൂട്ടോ. ബ്രഷ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തി തുടങ്ങിയ പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയൊരു സെൽഫ് ലവ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം അവരവർക്ക് വേണ്ടി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ അമ്മമാരൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാവും. അതുകൊണ്ട് എപ്പോഴാണോ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റണത് ആ ഒരു സമയം അതിന് വേണ്ടി മാറ്റി വയ്ക്കാട്ടോ. പിന്നെ ഞാൻ നേരെ പിന്നെ ഒരു ചായ ഇട്ടിട്ട് ഞാൻ എൻ്റെ പ്ലേസിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല എവിടെ നിന്നില്ലാത്തൊരു എനർജിയാണ് കേട്ടോ ബൂസ്റ്റ് ചെയ്യുക. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ബബ്ലൂസ് അമ്മേന്ന് വിളിച്ചിട്ട് വരുന്നത്. അത് കേൾക്കുമ്പോഴും വേറൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവനെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അപ്പോൾ അവിടെ വാവുണ്ടെന്നാണ് എന്നോട് പറയണത്. അതിൻ്റെ ഇടയിൽ പിന്നെ ജിഷ്ണുവേട്ടൻ ജിമ്മിന് പോയിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ വേഗം അകത്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കാണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും പിന്നെ അതുപോലെ തന്നെ നൂൽപുട്ടും ആയിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ അത് നേരെ വേവിക്കാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഇന്നലെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓയിൽ കുപ്പിയിൽ ഒഴിച്ച് വെക്കേണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് അവിടെ ഇരിക്കും. അതിൻ്റെ ഇടയിലൊന്ന് പൊട്ടിക്കാനുണ്ട്. അതിൽ കുറച്ച് പോയിട്ടാണ് പിന്നെ ഞാൻ അതൊക്കെ അവിടെ ക്ലീനാക്കി വേഗം പിന്നെ ഞാനത് കുപ്പിയിലാക്കിയിട്ടാണ്. പിന്നെ നമുക്ക് അടുത്ത പരിപാടി നൂൽപുട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കൽ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്നും ഇത് ഉണ്ടാക്കിയിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ വേഗം നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബ്ലൂസ് ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നല്ല കളിയിലാണ്. ചില ടൈമിൽ ആൾ നല്ല മൂടാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ശല്യപ്പെടുത്താനോ ഒന്നിനും വരില്ല. ആൾ അവിടെ ഇരുന്ന് കളിച്ചോളും. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ പാവം തോന്നും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ. പക്ഷെ ആൾക്കതൊരു പ്രശ്നമേ അല്ല. ആൾ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി അടുപ്പത്തേക്ക് കയറ്റിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ അതും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ലോഡായി കിടന്ന് അതൊരു മടി പിടിക്കും. പിന്നെ പാത്രത്തിൻ്റെ കഴുകേണ്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ കഴുകുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടണ പോലെയാണ് തോന്നാറ്. അല്ലെങ്കിൽ ഭയങ്കര പണിയെടുക്കാനായിട്ട് ഭയങ്കര മടി തോന്നും. കുറേ പാത്രങ്ങൾ ഇങ്ങനെ കുമിഞ്ഞ് കിടക്കുമ്പോൾ കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ പണികൾ പെട്ടെന്ന് കഴിയണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പണി പാത്രം കഴുകൽ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയായിട്ട് അവിടെ തന്നെ നിൽക്കും. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ അത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണി അതോടുകൂടി തീരണ പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണ് ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അതിൻ്റെ ഇടയിൽ ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ബബ്ലൂസ് ചെറുതായിട്ടൊന്ന് കിണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേന്ന് വിളിച്ചിട്ട്. അപ്പം ഞാൻ പിന്നെ ഒന്ന് അവൻ്റെ അടുത്തേക്ക് പോയി നോക്കി. സംഭവം വേറെ ഒന്നുമില്ല, അവൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കളിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പേരിനൊന്നിരുന്ന് അപ്പം തന്നെ പണിയിലേക്ക് ഞാൻ പിന്നെയും കടന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫോണിൽ ഞാൻ പാട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് ഓണാക്കി വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പണി പെട്ടെന്ന് കഴിയണ പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ടിപ്പുകൾ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ബബ്ലൂസിനാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് നമ്മുടെ കറിയും കൂടി അവിടെ സെറ്റായിട്ടുണ്ട്, ഗ്രീൻ പീസ് കറി. പിന്നെ ബബ്ലൂസിനെന്ന് വെച്ചാൽ കറിയൊന്നും അവൻ അങ്ങനെ കൂട്ടില്ല. കറി അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അവൻ തീരെ ഫുഡ് കഴിക്കില്ല കേട്ടോ. ഞാൻ അവന് കുറച്ച് പഞ്ചസാരയാണ് ഇടുന്നത്. അവന് പനം കൽക്കണ്ടാണ് കൊടുക്കാറ്. ഇന്നത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ ബബ്ലു ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്ടെ. എന്തൊക്കെയോ അവിടെ കിടന്ന ആൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആൾ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ പുറത്ത് പോയിരുന്നിട്ട് കാക്കയുടെയും കിളിയുടെയും കഥയൊക്കെ പറഞ്ഞിട്ടാണ് ബബ്ലൂസ് ഈ വായൊന്ന് തുറക്കണത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് വെള്ളത്തിൽ കളിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ്സിൽ അവിടെ വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആവൂലേ. അങ്ങനെ പിന്നെ ഞാൻ ബബ്ലൂസിന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മോർണിംഗ് റുട്ടീനാണ്. ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.